ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തെ ഒരു സ്ത്രീ വെട്ടേറ്റ് മരിച്ചത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. 4 മക്കളുടെ അമ്മയാണ്. ഇപ്പോഴവരുടെ ഭർത്താവും മരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ന്യൂസുകൾ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും അങ്ങനെയുള്ള ന്യൂസുകൾ പറയാൻ പാടില്ല. അവർ പോയിരിക്കുന്നത് അവരുടെ സ്വന്തം വീട്ടിലേക്ക് തന്നെയാണ്. 4 ദിവസം അവർ സുഹൃത്തിൻ്റെ കൂടെ മാറി താമസിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ അത് വേറെ അർത്ഥത്തിൽ എടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ അകത്ത് നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ആ സ്ത്രീ എവിടെയോ പോയി, സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ പോയി എന്നൊന്നുമല്ല. ഏതോ അവരുടെ ഒരു സുഹൃത്ത്, അതായത് പെൺസുഹൃത്ത് തന്നെയാണ്. അവരാണ് അവരെയും വിളിച്ചുകൊണ്ട് നേരെ അവരുടെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കിയത്. 4 ദിവസം അവർ അമ്മയുടെ കൂടെ തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ചെറുപ്പത്തിൽ ഹിന്ദുവായ ഈ മനുഷ്യൻ്റെ കൂടെ ഇറങ്ങി വന്നതാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാരുമായിട്ട് അധികം ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീട്ടിലേക്ക് പോയ ആ സ്ത്രീയെ പിന്നീട് മക്കളുടെ നിർബന്ധപ്രകാരം ഈ ഭർത്താവ് എന്ന് പറയുന്ന ആ പഹയം വിളിച്ചു കൊണ്ടുവന്നത് ഈ പരുവത്തിലാക്കിയത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരും പറയുന്നുണ്ട് അവർ ഒളിച്ചോടിയതാണ്, അവർക്ക് അവിഹിതമുണ്ട്. ആ അവിഹിതമുണ്ട് എന്നുള്ളത് ഇയാളുടെ ഒരു സംശയം മാത്രമാണ്. അല്ലാതെ ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ആളാണെന്നാണ് എനിക്ക് കിട്ടിയൊരു വിവരം. അതായത് നമ്മളൊന്നും കരുതുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ ഒരാളുമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരാളുടെ കൂടെ പോവുകയോ അല്ലെങ്കിൽ ഒരു ഫോൺ എടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ഇയാൾക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ സംശയം തന്നെയാണ്. ആദ്യം മുതൽ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് സംശയമാണ്. ഇനി എന്താണ് സംശയം എന്നറിയില്ല. ഇയാൾക്ക് ഇനി വല്ല കുറവും ഉണ്ടോ, അല്ലെങ്കിൽ ഇയാൾ വല്ല എവിടേക്ക് പോകുന്നുണ്ടോ, ഇനി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കൂടെ എല്ലാവരും വരും എന്നുള്ള തോന്നിച്ചുകൊണ്ടാണോ? ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഈ സംശയം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപാനത്തിന് അടിമയായിട്ട് വരുമ്പോഴൊക്കെ സംശയമുണ്ടാകും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇയാളിനി എന്തെങ്കിലും തരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോവുകയോ അല്ലെങ്കിൽ ഇയാൾ ആ ഒരു കാര്യത്തിലൊക്കെ കെങ്കേമനാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇയാൾക്കൊന്നും കഴിയുന്നില്ലെങ്കിലും കൃത്യമായിട്ടും സംശയമുണ്ടാകും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, സംശയം മൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ജീവിതമാണ് പോയത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ 4 മക്കളുടെ ജീവിതമാണ് പോയത്. ആരെങ്കിലും ഒരാൾ ഇടപെട്ടിട്ട് ആ വീട്ടിൽ തന്നെ നിങ്ങൾ ഇനി ഇവിടെ താമസിക്കേണ്ട, ഇവനെ വിട്ടിട്ട് വന്നോളൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ആ 4 മക്കൾ അനാഥരാവില്ലായിരുന്നു. ഇവനെ പോലെയുള്ള ആൾക്കാരെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഇനിയിപ്പോൾ അവൻ പോയി കിടന്ന്, അവനും പോയി, അവൻ്റെ ഭാര്യയും പോയി. ഇനിയിപ്പോൾ 4 മക്കൾക്ക് ഒരു മനുഷ്യന്മാർ പോലും ഇല്ലാതായി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരിനി എത്ര വർഷങ്ങൾ കഴിയണം ഒന്ന് ഓക്കെ ആകണമെങ്കിൽ? അവരെത്ര വർഷം കഴിഞ്ഞാൽ ഈ ഒരു കൺമുന്നിൽ ഈ ഒരു എന്താ പറയേണ്ടത് ആ ഒരു സംഭവം അവർക്ക് മറക്കാൻ കഴിയുമോ? അവർക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയുമോ? ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേട്ടാവളിയൻ എന്ന് പറയുന്ന ഭർത്താവ് അയാൾ ചെയ്തിരിക്കുന്നത് ഒരു വളരെ മോശമായ കാര്യമല്ലേ? അയാൾക്ക് എന്തെങ്കിലും തരത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ചങ്ങാതിക്ക് തന്നെ അങ്ങ് പോയാൽ പോരെ. എന്തിനാണ് ഈ സ്ത്രീയെ കൂടി കൊണ്ടുപോയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ചില മാധ്യമങ്ങളിലൊക്കെ വന്ന ഈ വാർത്തകൾ തികച്ചെന്ന് പറഞ്ഞാൽ അടിസ്ഥാനരഹിതമാണ്. ഒരിക്കലും അങ്ങനെ പറയരുത്. അവരൊരിക്കലും അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോയിട്ടില്ല. അവരിനി മരണത്തിലെങ്കിലും നമ്മളെല്ലാവരും അവരെ മരണത്തിലെങ്കിലും ചേർത്ത് നിർത്തുക, അത്രേ പറയാനുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്താ ചെയ്യാൻ പറ്റുക? ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ അവരാരുടെയെങ്കിലും കൂടെ പോയി, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴും. അതായത് അവന് വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുമല്ലോ, അവൻ്റെ ആൾക്കാരുണ്ടാവുമല്ലോ അവന് വേണ്ടിയിട്ട് വാദിക്കാൻ. അപ്പോൾ ഇവള് മോശക്കാരിയാണ്, അവനാണ് നല്ലവൻ എന്ന് വാദിക്കാൻ വേണ്ടിയിട്ടും എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയെങ്കിലും പെണ്ണിൻ്റെ കാര്യം മോശമാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ കുറേ എണ്ണം ഇറങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ പേരിലും ഗുരുപൊട്ടുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിലും കുറച്ച് എന്താ പറയുക തോന്നിയവാസം കാണിക്കുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടാകും, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതായത് ഈ സഹോദരി ഒരു മുസ്ലിമാണ്, അതുപോലെ മറ്റവനാണെങ്കിൽ ഹിന്ദുവാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് സംസാരിക്കാനും അവനെ ന്യായീകരിക്കാനും ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ വ്യഗ്രത കൂട്ടുന്നത് ഞാൻ കണ്ടു. അത് വേറെ ഒന്നുമല്ല, ഈ സ്ത്രീക്ക് ഒരു അവിഹിത ബന്ധമുണ്ട്, ഈ സ്ത്രീ ആരുടെയൊക്കെയോ കൂടെ താമസിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ് അവരങ്ങനെയാണ് എന്ന് പറഞ്ഞ് വരുത്താൻ വേണ്ടിയിട്ട്, അങ്ങനെ അവരെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവനൊരു പാപമാണ്, ഇവനൊക്കെ പോയിട്ട് അവളെ കല്യാണം കഴിച്ചതാണ് ഏറ്റവും വലിയൊരു തെറ്റ് എന്നുള്ള തരത്തിൽ ഒരുപാട് കമൻറ്റുകൾ, ഒരു ക്യാമ്പയിൻ തന്നെ നടത്തുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ആ സ്ത്രീയുടെ മതം തന്നെയാണ്. അവരെ എങ്ങനെയെങ്കിലും സമൂഹത്തിൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ നാറ്റിച്ചു കഴിഞ്ഞാൽ ഇവൻ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിലെങ്കിലും മോക്ഷം കിട്ടുമല്ലോ. അതാണ് എല്ലാവരും പറയുന്നത്. അതായത് ഇവനൊരു പാപമാണ്, ഇവൻ പാപമല്ല, ഇവൻ പാവാടയാണെന്നേ ഞാൻ പറയുള്ളൂ. ഇവനൊരു പാപമാണ്, അല്ലെങ്കിൽ ഇവനെ ചതിച്ചതാണ്. ഇവനെ ചതിച്ചിട്ടാണോ ഈ 4 മക്കളുണ്ടായത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് 4 മക്കളുണ്ട് ഇവന്, എന്നിട്ട് പറയുകയാണ് ഇവനെ ചതിച്ച്. ഇവനെ ആര് ചതിച്ചു എന്നാണ് പറയുന്നത്? ഒരാളും ഇവനെ ചതിച്ചിട്ടില്ല.
ഇവനാണ് ശരിക്കും പറഞ്ഞ ആ സ്ത്രീയെ ചതിച്ചതെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ആ സ്ത്രീയെ കൂട്ടി വന്നു, അവർ ഇത്രയും വർഷമായിട്ട് അനുഭവിക്കുകയായിരുന്നു. വർഷങ്ങളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കൂടെ ഇറങ്ങി വന്നു എന്നുള്ള ഒരു തെറ്റുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർ എല്ലാ തരത്തിലും ഒറ്റപ്പെട്ട ഒരു വ്യക്തിയായി മാറി. അവർക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് ജീവിതം അടുത്ത പോലെ തന്നെയായിരുന്നു. പിന്നെ 4 മക്കളെ ഓർത്തിട്ട് മാത്രമാണ് അവർ ജീവിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയൽവാസികൾക്കായാലും മറ്റുള്ളവർക്കായാലും ഒരാൾക്ക് പോലും അവരെ പറ്റി മോശം പറയാനില്ല. പക്ഷെ ഇവനെ പറ്റി അങ്ങനെയല്ല. ഇവൻ അത്രത്തോളം നല്ലവനല്ല. ഇവൻ്റെ സ്വഭാവങ്ങളെല്ലാം മാറിയിരുന്നു. ഇവൻ എന്തിനധികം പറയുന്നു, ഈ ഒരു ബന്ധം തന്നെ വേണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ ഇവരെ എത്തിയിരുന്നു. എന്നാൽ പിന്നെ അങ്ങ് ഒഴിവാക്കി പോയിക്കൂടെ? ഒഴിവാക്കി പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടാവില്ലേ രക്ഷിക്കാൻ വേണ്ടിയിട്ട്? ഇതിപ്പോഴും ഒരു കുഞ്ഞില്ല. ഇതൊക്കെ ഇവന് വേണ്ടിയിട്ട് ഘോര പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഇവന് വേണ്ടിയിട്ട് കമൻ്റ് എഴുതുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ഇവൻ ഇരിക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ? ഇവൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒരാളും ചോദിക്കാൻ നിൽക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുമല്ലേ ഓനെന്തെങ്കിലും പറ്റിയോ നോക്കാൻ വേണ്ടിയിട്ട്. ഓന് പറ്റിയത് കൊണ്ട് മാത്രം ഇനി ഓന് ജീവിതായിട്ട് വരത്തില്ല. അതുകൊണ്ട് എന്നാൽ പിന്നെ ഓനൊരു മോക്ഷം കിട്ടണ്ടേ? അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റവളെ നല്ല രീതിയിൽ തേച്ചൊട്ടിച്ചു വിടാം. അവൾ മോശക്കാരിയാണെന്ന് പറയാം, ഇവനൊരു പാവമാണ്, അല്ലെങ്കിൽ ഇവന് കുറച്ച് ഇരവാദം കിട്ടട്ടെ. പിന്നെന്ന് പറഞ്ഞാൽ കുറേ ഫെമിനിസ്റ്റുകളും പിന്നെന്ന് പറഞ്ഞാൽ കുറേ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവന്മാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗം ഉണ്ടാവും. കമൻ്റ് എഴുതുന്നവൻ ആരാണെന്ന് നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ കമൻ്റ് എഴുതുന്നവനൊക്കെ എന്ന് പറഞ്ഞാൽ ഫേക്ക് ഐ ഡിയിൽ വന്ന് എഴുതാം. അപ്പം ചിലപ്പോൾ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വിദ്വേഷം പെണ്ണുങ്ങളോടുള്ളവരുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പോയവരെ പറ്റി നമുക്ക് പറയാം, പക്ഷേ പോകാത്തവരെ പറ്റിയിട്ട് ഒരിക്കലും പറയാൻ പാടില്ല. അവരൊരാളുടെ കൂടെ പോലും പോയിട്ടില്ല. ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുകയാണ്, അവർ പോയതെന്ന് പറഞ്ഞാൽ അവരുടെ സുഹൃത്തിനെയും വിളിച്ച്, സുഹൃത്തെന്ന് പറഞ്ഞാൽ സുഹൃത്തല്ല പെൺ സുഹൃത്താണ്, അവരെയും വിളിച്ച് സ്വന്തം അമ്മയുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ അഭയം തരുമോ എന്ന് ചോദിക്കാനാണ് പോയത്, അല്ലാതെ വേറെയൊന്നുമല്ല. അവിടെ അഭയം തരുമോ, എനിക്കൊരു രാത്രി കഴിയാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 3 ദിവസമാണ് അവിടെ താമസിച്ചത്. ആ 3 ദിവസവും മക്കൾ പറഞ്ഞു ഞങ്ങൾ ഇനി സ്കൂളിൽ പോകത്തില്ല. അങ്ങനെയാണ് വീണ്ടും കൂട്ടി വന്നത്. അതൊരു വലിയ ഒരു ദുരന്തത്തിലേക്ക് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതുപോലെ കമൻറ്റുകളും മറ്റേതും എഴുതി ഇതുപോലെ വിടുന്ന, അല്ലെങ്കിൽ ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വരുത്തി തീർത്ത് മറ്റേ ആ ഹസീന ബീബി എന്ന് പറയുന്ന സഹോദരിയെ മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും ഇവന്മാരെ നമ്പരുത്, ഒരിക്കൽ പോലും ഇവന്മാരെ വിശ്വസിക്കരുത്. നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക. ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴേ അവൻ എങ്ങനെയുള്ള മനുഷ്യനാണ്, അവൻ എന്താണ്, അവൻ എങ്ങനെയാണ് എന്നൊക്കെ ചിലപ്പോൾ പ്രേമിക്കുമ്പോൾ ഇതൊന്നും പിടികിട്ടൂല. പക്ഷെ 4 പേർക്ക് അറിയാൻ കഴിയും. കാരണം അവനെ ഒരിക്കലും കെട്ടരുത്. അവന് ഭയങ്കരമായിട്ടുള്ള അന്ധമായിട്ട് വിരോധം കൊണ്ട് നടക്കുന്നവനായിരിക്കാം. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അവന് ഹസീന ബീബിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിലുള്ള വിരോധം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഏതായാലും അവനിപ്പോഴും തൊലഞ്ഞു പോയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഇനി അവനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല. അവനെ വെളുപ്പിക്കാൻ വേണ്ടി വരുന്നവരോടാണ് ഞാൻ പറയുന്നത്, അതായത് നിങ്ങൾ ഇനിയും വെളുപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും തിരിച്ചു എഴുതാൻ തുടങ്ങും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.